പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ. വിജയസാധ്യതയെ ബാധിക്കില്ലെന്ന് മുന്നണികൾ അവകാശപ്പെടുമ്പോഴും പോളിംഗ് ശതമാനം കുറഞ്ഞത് സ്ഥാനാർത്ഥികളെ ആശങ്കയിലാക്കുന്നുണ്ട്. മുന്നണികളുടെ ബൂത്ത് തിരിച്ചുള്ള വിലയിരുത്തൽ തുടങ്ങുകയും ചെയ്തു. പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ഫലത്തെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിൽ പോളിംഗ് ശതമാനം കുറയുകയാണ്. പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ഏതെങ്കിലും മുന്നണികൾക്ക് അനുകൂലമാകുമെന്ന പ്രവചനങ്ങൾ സമീപകാലത്തായി തെറ്റുകയുമാണ്. ഇതാണ് മുന്നണികളെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നത്. ന്യൂനപക്ഷ ഏകീകരണമുണ്ടായെന്നും ഇത് ഗുണകരമായെന്നുമാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായി ലഭിച്ചുവെന്നും മുന്നണി വിലയിരുത്തുന്നു. പോളിംഗ് ശതമാനം ഉയരാത്തത് സംസ്ഥാന സർക്കാരിനെതിരായി ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നതിന്റെ തെളിവായി ഇടതുമുന്നണി ചൂണ്ടിക്കാട്ടുന്നു. പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് നേരിയ ആശങ്ക UDF-നുണ്ടാക്കുന്നുണ്ട്. വോട്ടിംഗ് ശതമാനം കൂടുമ്പോഴെല്ലാം നേട്ടം UDF-നായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരായ വികാരം തങ്ങൾക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട്. സമുദായ സംഘടനകളുടെ പിന്തുണയും ലഭിച്ചു. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് UDF-ന് ദോഷം ചെയ്യില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. 20 സീറ്റും ലഭിക്കും. കേരളത്തിലെ കാര്യം 20-ൽ 20 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി നേടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. പണിയും പയറ്റിയാലും 18 അടവും പയറ്റിയിട്ടും അവർക്ക് ഒരു സീറ്റും ജയിക്കാൻ കിട്ടാൻ പോകുന്നില്ല. CPM-നും കിട്ടില്ല, BJP-ക്കും കിട്ടില്ല. 20-ൽ 20 സീറ്റും UDF ജയിക്കും. തിരുവനന്തപുരം, തൃശൂർ മണ്ഡലങ്ങളിൽ വിജയസാധ്യത ഉണ്ടെന്നാണ് BJP-യുടെ വിലയിരുത്തൽ. എന്നാൽ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ നടത്തിയ ചില പ്രസ്താവനകൾ UDF-ന് ഗുണം ചെയ്തുവെന്നും BJP വിലയിരുത്തുന്നു. 24 തിരുവനന്തപുരം.